ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ച് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം നിങ്ങളുടെ റൂട്ട് ഇഷ്യൂ, അതിന് കാരണം എന്താണ്, നിങ്ങളുടെ കാരണം എന്താണ്, അതിലെന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടത്, പ്രപഞ്ചത്തിൽ നിന്നുമുള്ള മെസ്സേജ് എന്താണ്. ഇതാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ടാരോ കാർഡ്സ് വഴി നൽകുന്നത്. ഓക്കെ, ഇതാണ് വന്നിരിക്കുന്ന കാർഡ്സ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ മന്തോ ആയിട്ട് കണക്ഷൻ ആകുന്നു എന്ന് നോക്കുക. 10, 1, 11, 2, 8, 20, 2, 45, 4, 1, 5. ഓക്കെ, ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ്. ഈ നമ്പറോ ഡേറ്റ് മന്തോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചോദ്യം ഇതാണ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ അനുഭവിക്കുന്ന റൂട്ട് ഇഷ്യൂ എന്താണ്? ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ചില കർമ്മ സിറ്റുവേഷനിൽ കൂടിയാണ് എൻ്റെ വ്യൂസ് കടന്നു പോകുന്നത് ജീവിതത്തിൽ. ഇതൊരു കർമ്മ കാർഡാണ്. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ പറഞ്ഞിട്ടുണ്ടെങ്കിലോ, മനുഷ്യനാണ്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പല തെറ്റുകളും നമ്മുടെ വായിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും വന്നെന്നിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് ന്യൂട്രലാണ്. നമ്മളത് ന്യായീകരിക്കും, അത് ശരിയാണെന്ന് വാദിക്കും. പക്ഷേ പ്രപഞ്ചം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 4 മലക്കുകൾ ഇരിക്കുന്നത് കാണാം. അവർ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഇവിടെ എഴുതി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിന് പലിശ സഹിതം നമുക്ക് തിരിച്ചു കിട്ടും. നല്ല കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പലിശ സഹിതം തിരിച്ചു കിട്ടും. മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതെങ്കിലും അതാണ് നമ്മളിലേക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു വീലാണ്. ആ വീല് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതിനെ നിയന്ത്രിക്കുന്നത് പുറമേ നിന്നുള്ള ഒന്നുമല്ല. ഓക്കെ, അതിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിക്ക് അനുസരിച്ച് പ്രപഞ്ചത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മളുടെ പ്രവൃത്തി നേരെയാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഏക പോൻവഴി എന്ന് പറയുന്നത്. നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത്. ഓക്കെ, ഇവിടെ റൂട്ട് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് കർമ്മയിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, പലപ്പോഴും ദ ഫൂളിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. പലപ്പോഴും ചില കുഴികളിലേക്ക് ചെന്ന് വീഴുന്നു. നിങ്ങൾക്ക് പലപ്പോഴും ഇൻറ്റ്യൂഷൻ പവർ കിട്ടുന്നുണ്ട്. അതുവഴി പോകരുത്, അങ്ങനെ ചെയ്യരുത്. ഒരുപക്ഷെ അമ്മയിൽ നിന്നാകാം, സഹോദരങ്ങളിൽ നിന്നായിരിക്കും, സുഹൃത്തുക്കളിൽ നിന്നായിരിക്കാം പറയും, അങ്ങനെ പോകരുത്, ചിന്തിക്കരുത്, പ്രവർത്തിക്കരുത്. അതാരും നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ തന്നെ പറയും, ഇന്നത് കാര്യം ചെയ്യാൻ പാടില്ല, നീ ചെയ്യരുത് എന്ന് ഉള്ളിൽ കൂടി സംസാരിക്കും പ്രപഞ്ചശക്തി. പക്ഷെ അതൊന്നും നമ്മൾ വലിയ വില കൊടുക്കത്തില്ല. ഇതെന്താ എനിക്കിങ്ങനെ തോന്നാ, സാരമില്ല, അത് ചെയ്യാം എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറ്റുന്ന ചില സിറ്റുവേഷനുകളിൽ നിങ്ങളുടെ കർമ്മ അനുസരിച്ച് നിങ്ങൾ പ്രപഞ്ചം വിലക്കിയിട്ടും അല്ലെങ്കിൽ പോകരുതെന്ന് പറഞ്ഞിട്ടും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും ചെയ്യുന്നതായിട്ടുള്ള ചില സിറ്റുവേഷനിൽ നിങ്ങൾ കുഴികളിൽ വീണു പോകുന്നു എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ ഭാഗ്യം നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് പലപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനെ നേരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, പേജ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് മാനസിക ധൈര്യം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്നു എങ്കിലും അത് മുന്നോട്ട് പോകുന്ന സമയത്ത് അത് നഷ്ടപ്പെട്ടു പോകുന്നു. അത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ജോലി സംബന്ധമാണെങ്കിലും ഒരു ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനാണെങ്കിലും ശരി തന്നെ, സ്റ്റാർട്ടിംഗ് ഒക്കെ നിങ്ങൾ നല്ല കോൺഫിഡൻസോട് കൂടി ചെയ്യുന്നുണ്ട്. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ അത് കുഴിയിലേക്ക് വീണു പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് തുണയ്ക്കുന്നില്ല എന്നുള്ള ഒരു ഫീലിങ്സ് ആണ് നിങ്ങൾക്ക് റൂട്ട് ഇഷ്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളുടെ പാസ്റ്റിൽ നടന്നതായിട്ടുള്ള ഇഷ്യൂസ് ആണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പാസ്റ്റിൽ നടന്നിരിക്കുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത്, നിങ്ങൾ ചില പുതിയ കാര്യങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്തു, പക്ഷേ അതിലേക്ക് മുന്നോട്ട് വിജയത്തോടു കൂടി കടന്നു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഒരുപാട് എതിർപ്പുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ അടുത്ത സമയത്തായിട്ട് നിങ്ങൾ ചിലപ്പം ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയിലേക്ക് പോകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. പക്ഷേ അതിലേക്കൊക്കെ കടന്നു പോകാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ചില വ്യക്തികൾ, അത് ചിലപ്പോൾ സാഹചര്യങ്ങളായിരിക്കാം, പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിലവിൽ നിങ്ങളോടൊപ്പമുള്ള വ്യക്തികളായിരിക്കാം. നിങ്ങൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നു. ആരൊക്കെയോ നിങ്ങൾ ഭയപ്പെടുന്നതായി കാണുന്നു. ചില സിറ്റുവേഷനെ ആയിരിക്കും നിങ്ങൾ ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ ചില വ്യക്തികളെ ആയിരിക്കും നിങ്ങൾ ഭയപ്പെടുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ കാണുന്നു. എത്രത്തോളം നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടുന്നു. ഇപ്പം പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോട്ടിവേഷനും
ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സ് നല്ല സ്ട്രോങ് ആകും. എന്നാൽ ഒരു കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ആ ധൈര്യങ്ങളെല്ലാം ചോർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നുണ്ട്. ഓക്കെ, ഈ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് എപ്പോഴും ഭയമുള്ളതായി കാണുന്നത്. മുന്നോട്ട് പോകുന്നതിൽ സാമ്പത്തിക പ്രശ്നം, എനിക്ക് ഈ ജോലി നഷ്ടപ്പെട്ടു പോയി, ഇനി എന്തായിരിക്കും മുന്നോട്ട്, അങ്ങനെ എന്തായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ, റിലേഷൻ സംബന്ധമായിട്ട് ചില ഭയങ്ങൾ ഒക്കെ നിങ്ങൾ ഭയം നിയന്ത്രിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകും തോറും സ്ട്രഗിൾ ഉണ്ട്, സിറ്റുവേഷനിൽ സ്ട്രഗിൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഭയം മുന്നോട്ട് നടത്തുന്നതിൽ നിങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ്? എൻ്റെ വ്യൂസിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ്? ഇവിടെ പ്രസൻറ്റ് സിറ്റുവേഷൻ വന്നിരിക്കുന്നത് ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന സിറ്റുവേഷനാണ്. ഈ സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ എനർജിയാണ് നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കാണാവുന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് മടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യങ്ങളായിരിക്കാം നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഗ്രോത്ത് ഇപ്പോൾ മുന്നിൽ കാണുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ബാലൻസ് ഇല്ലാണ്ടായിരിക്കുന്നു, ചില മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ചില ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ബാലൻസിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ സ്വയം കെട്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങളുടെ പാഷൻ എന്താണോ അതിനെ നിങ്ങൾ കെട്ടി നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ നിങ്ങളിപ്പോൾ കെട്ടി നിർത്തിയിരിക്കുന്നു. അതൊന്നും നടക്കാനൊന്നും പോകുന്നില്ല, അതിൽ ഒരു ഗ്രോത്ത് ഒന്നും വരാൻ പോകുന്നില്ല. നിങ്ങൾ സ്വയം തോൽവി സമ്മതിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഭയം, തോൽവി അതൊക്കെ കൊണ്ട് നിങ്ങൾ ഒരു വേലി കെട്ടിയിട്ട് അതിനുള്ളിൽ നിങ്ങൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് ഇനി മുന്നോട്ട് എന്താണെന്നോ അതിനെക്കുറിച്ച് അറിയുന്നതിനോ നിങ്ങൾക്ക് കാണുവാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ പറ്റാത്ത അവസ്ഥ. അത് ഒന്നുകിൽ നിങ്ങളുടെ മാനസിക സാഹചര്യം അങ്ങനെയാക്കി തീർത്തിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെയൊക്കെ കടന്നു പോയിരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ അനങ്ങാൻ വയ്യാത്ത സിറ്റുവേഷനാണ്, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരുപാട് നെഗറ്റീവ് തോട്ടുകൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് ഗ്രോത്ത് ഇനി കാണില്ല, നിങ്ങൾക്ക് ഇനി രക്ഷയില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ സ്വയം സാഹചര്യങ്ങളിൽ സ്വയം നിങ്ങൾ കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ. പ്രസൻറ്റിൽ നിങ്ങൾ ഇങ്ങനെയാണോ എന്ന് നോക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഗ്രോത്തിനെ കെട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഓക്കെ, നിയർ ഫ്യൂച്ചർ എന്തായിത്തീരും? എൻ്റെ വ്യൂസിൻ്റെ നിയർ ഫ്യൂച്ചർ എന്തായിത്തീരും? ഇവിടെ വന്നിരിക്കുന്നത് ഒരു ജഡ്ജിമെൻ്റ് ആണ്. ഇവിടെ നമ്മൾ ആദ്യമേ കണ്ടതുപോലെ തന്നെ, ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കർമ്മകൾ ഇവിടെ എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ആ കർമ്മകളുടെ ഒരു റിസൾട്ട് എന്തായാലും നമുക്ക് നിയർ ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇവിടെ അതിൻ്റെ ചോദ്യോത്തരങ്ങളുമായിട്ട് നമ്മളെ വിളിക്കുന്ന ഒരു സമയമുണ്ട്. കുറ്റങ്ങൾ ഇതാണ്, നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഇതാണ്, നിങ്ങൾക്ക് ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഒരു ചോദ്യ ഉത്തരത്തിനനുസരിച്ച് നമുക്ക് ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നുണ്ട്, ഒരു റീബർത്ത് ലഭിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്ത നല്ല കാര്യമാണെങ്കിലാണ് ആ ഒരു നല്ല റീബർത്ത് ലഭിക്കുന്നത്. നമ്മൾ ചെയ്തിരിക്കുന്നത് മോശമായിട്ടുള്ള കാര്യമാണ്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനത്തിലാണോ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ള ഒരു റീബർത്ത് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നമ്മളുടെ ഓരോ സമയവും നമുക്ക് എണ്ണപ്പെട്ടിരിക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉള്ളിലൂടെ പ്രപഞ്ചശക്തി നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. നമുക്കൊരു പുതിയ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു പുതിയ വഴി ഇവിടെ തുറക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വരുന്നുണ്ട്. ഒരു അവേക്കനിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. ചില കാര്യങ്ങൾ മറക്കുവാനും ചില സമാധാനം, സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ വരുവാനും സാധ്യത ഇവിടെ കൂടുതലായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? ദ വീൽ ഓഫ് ഫോർച്യൂൺസ്. കറക്റ്റ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. നമ്മളുടെ ഫസ്റ്റിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു ന്യായവിധി നമ്മൾ എന്ത് പ്രവർത്തനത്തിലാണോ ആ പ്രവർത്തനത്തിൻ്റെ ഫലം നമുക്ക് ഇവിടെ ലഭിക്കും. ഇത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നിങ്ങൾ എന്ത് നല്ല കാര്യമാണോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കാര്യം തന്നെയാണ് ലഭിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്ത് നമുക്ക് നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിന് എന്താണ് തടസ്സങ്ങൾ? ജീവിതത്തിൽ ഒരു ഗ്രോത്ത് വരുന്നതിന് എന്താണ് തടസ്സങ്ങൾ എന്ന് ചോദിച്ചതിൽ വന്നിരിക്കുന്നത് ഇവിടെ ഒരു കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഇവിടെ 7 ഓഫ് സോഡാണ്. ഓക്കെ, ചില വ്യക്തികൾ നിങ്ങളെ നല്ല രീതിയിൽ തടസ്സപ്പെടുത്തുന്നതായി കാണുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷൻ, നിങ്ങൾക്കെതിരായി ചില ആൾക്കാർ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രതികൂല സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് മാനസിക ബലം നഷ്ടപ്പെട്ടു പോകുന്നു. ഓക്കെ, അത് ജോലി സ്ഥലത്തായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ
ഒരു ഫെമിനാൻ എനർജിയാണ്. ഫെമിനാൻ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മദറിങ് കെയർ, പെട്ടെന്ന് മറ്റുള്ളവരോട് കരുണ തോന്നുന്ന ഒരു എനർജി, ഓക്കെ, മറ്റുള്ളവരോട് സ്നേഹം തോന്നുന്നതായിട്ടുള്ള ഒരു എനർജി. അപ്പം നിങ്ങൾ ആരെയും വിശ്വസിച്ച് പോകുന്നു, ആരെയും സഹായിച്ചു പോകുന്നു. പക്ഷേ ആ ഒരു സഹായം മറ്റുള്ളവർ നിങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു. നിങ്ങളുടെ ആ ഒരു സ്നേഹവും സഹായവും മറ്റുള്ളവരോടുള്ള കരുണയൊക്കെ ചില വ്യക്തികൾ, എല്ലാവരുമല്ല, ചില വ്യക്തികൾ നിങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് പലപ്പോഴും ബ്ലോക്കേജുകൾ ഉണ്ടാകുന്നുണ്ട്. സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളുടെ മാനസിക സ്ഥിതിയെ മാറ്റപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിലെ കരുണ കാരണം നിങ്ങൾക്ക് മുന്നോട്ടൊരു ഗ്രോത്ത് വരുന്നില്ല, ബ്ലോക്കേജാണ് വരുന്നത്. നിങ്ങൾ നമ്മുടെ പൂർവികരെ എടുത്തു വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നല്ല മനസ്സുള്ളവർ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരൊന്നും വലിയ നിലയിൽ പോയിട്ടില്ല. അവരുടെ അന്ത്യവും അത്രയും നല്ല സുഖമായിട്ടുള്ള അന്ത്യവും ആയിരിക്കത്തില്ല. ഓക്കെ, നമ്മൾ പറയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല മരണങ്ങൾ കിട്ടുമെന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ നമ്മുടെ പൂർവികരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ കാണുന്നില്ല. ചിലപ്പം നമുക്ക് ഏജ് എത്തുന്നതിന് മുമ്പ് തന്നെ അവർ മരിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, എന്ന് കരുതി നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യരുതെന്നല്ല, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഈ ഒരു മനസ്സുമായിട്ട് ബിസിനസ്സിന് ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ബിസിനസ് പരാജയപ്പെടും. ഓക്കെ, ഈ ഒരു മനസ്സുമായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന വ്യക്തികൾ മാത്രമായിരിക്കത്തേ ഉള്ളൂ. തിരിച്ച് നിങ്ങൾക്ക് കിട്ടാത്തതിലുള്ള വിഷമങ്ങൾ ഉണ്ടാകും, അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്ലോക്കേജ് ഉണ്ടാകും. നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത് തളർന്നു പോകുന്ന ഒരു വ്യക്തിയായി പോകും. ഇല്ലെങ്കിൽ നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ടായിരിക്കണം. എനിക്ക് യാതൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് കെയറും സ്നേഹവും ഒക്കെ കൊടുക്കും, ഞാൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും, എനിക്ക് തിരിച്ചൊരു സപ്പോർട്ട് വേണ്ട. ഇപ്പോൾ ബിസിനസ്സിൽ ഗ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ഗിവ് ആൻഡ് ടേക്ക് വേണം. ഇല്ല, നിങ്ങളിൽ നിന്നും ആൾക്കാരെല്ലാം വന്ന് നിങ്ങളുടെ ഈ നല്ല മനസ്സ് കാരണം വന്ന് നിങ്ങളൊരു പലചരക്ക് കട ഇട്ട് കഴിഞ്ഞാൽ അവിടെ വന്ന് എല്ലാവരും പറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവസാനം കട പൂട്ടേണ്ടി വരുന്ന അവസ്ഥയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള നല്ല മനസ്സല്ല. നിങ്ങളുടെ മനസ്സ് നല്ലതായിക്കോട്ടെ, പക്ഷേ അതിൻ്റെ പുറമേ നിങ്ങളൊരു കവചം സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. എവിടെയൊക്കെ എതിർക്കണമോ, പ്രതികൂല സാഹചര്യങ്ങൾ എവിടെയൊക്കെ വരുന്നോ അവിടെയൊക്കെ നിങ്ങളൊരു ബ്ലോക്കേജ് കൊണ്ടുവരണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ബ്ലോക്കായി പോകുന്നത്, നിങ്ങൾ ലോക്കായി പോകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കത്തില്ല എന്നാണ് ഇവിടെ പ്രപഞ്ചം വരുന്നത്. ഓക്കെ, നിങ്ങൾ ചില സ്ഥലങ്ങളിൽ, എല്ലാ സ്ഥലങ്ങളിലല്ല, അത് നിങ്ങളുടെ ബുദ്ധിപരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. പ്രപഞ്ചം നിങ്ങൾക്ക് നല്ലൊരു തലച്ചോറ് തന്നിട്ടുണ്ട്. നമ്മളെ ഏത് സാഹചര്യത്തിലും ദൈവം വന്ന് കൈപിടിച്ച് നടത്തത്തില്ല. ദൈവമേ, ഞാൻ ഇന്ന നല്ല നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചോളും എന്നുള്ളതല്ല. ദൈവം നല്ലൊരു തലച്ചോറ് നമുക്ക് തന്നിട്ടുണ്ട്. ആ തലച്ചോറെന്ന് പറയുന്നത് നമ്മൾ അവിടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ തലച്ചോറ് തന്നിരിക്കുന്നത്. ആ തലച്ചോറ് പ്രവർത്തിക്കാതെ വീണ്ടും നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവസാനം അത് നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. ഓക്കെ, ഏതൊരു കാര്യവും അത് ബുദ്ധിപരമായി മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഇവിടെ പ്രപഞ്ചം പറയുന്നത്. ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എന്താണ് നിങ്ങളുടെ തടസ്സങ്ങൾക്ക് കാരണം? നിങ്ങളുടെ ഉള്ളിലെ ഈ ഒരു വിശാല മനസ്കതയാണ് നിങ്ങൾക്ക് തടസ്സങ്ങൾക്ക് കാരണമായി വരുന്നത്. ഓക്കെ, വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നില്ല, ബ്ലോക്ക് ചെയ്യുന്നില്ല. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ഒരു കരുണ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൈവച്ച് സഹായിക്കുന്ന ഒരു എനർജി, അത് നിങ്ങൾക്ക് ഒരുപാട് ബ്ലോക്കേജുകൾ സൃഷ്ടിക്കുന്നതായി കാണുന്നു. ഓക്കെ, മറ്റുള്ളവരെ വിശ്വസിച്ച് പോകുന്നു, അതാണ് കൂടുതലും പ്രശ്നം. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ ഉടൻ വരുന്ന നന്മ എന്താണ്? ഇവിടെ വന്നിരിക്കുന്നത് ഉടൻ വരുന്ന നന്മയിൽ എംപററിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോലിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില അധികാരങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ചില രാഷ്ട്രീയപരമായി ചില സീറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻ സംബന്ധമായിട്ട് നിങ്ങൾക്ക് വളരെ ഒരു സ്നേഹം, ഐക്യം, സന്തോഷമെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വന്നു ചേരുന്നു. നിങ്ങൾക്കൊരു പവർ റിലേഷൻഷിപ്പ് വന്നു ചേരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ ഏറ്റവും അനുഗ്രഹമായി തീരുന്നു. നിങ്ങളുടെ ഫാദറുമായി ബന്ധപ്പെട്ട്, അച്ഛനുമായി ബന്ധപ്പെട്ട് ഒന്നുകിൽ അച്ഛന് നല്ലൊരു ജോലി, അല്ലെങ്കിൽ അച്ഛനെ സംബന്ധിച്ച് ഒരു അംഗീകാരം, അച്ഛനെ ഓർത്ത് നിങ്ങൾക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ടാകുന്ന സമയം ഉണ്ടാകുന്നുണ്ട്. അച്ഛൻ്റെ പ്രോപ്പർട്ടി നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ടായിരിക്കും. അച്ഛന് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ അച്ഛനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി അവിടെ വരുന്നുണ്ട്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിട്ട് ഇവിടെ ഒരു സ്റ്റാർ ആവുകയാണ്. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വഴികാട്ടിയാകുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നതായി കാണുന്നു. നിങ്ങളുടെ അഫർമേഷൻ എന്താണോ അത് ഇവിടെ സാക്ഷാത്കരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ടൊരു റീയൂണിയൻ കാണുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടി
ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഇവിടെ കുഞ്ഞുങ്ങൾക്കുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ന്യൂ ബേബി വരാൻ പോകുന്നു. താങ്ക് യു യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ എല്ലാ ബ്ലെസ്സിങ്ങും നിങ്ങളോടൊപ്പം. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, ആ ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ വരുന്നു. സാമ്പത്തിക ഗ്രോത്ത്, ജോലി സംബന്ധമായിട്ടുള്ള ഗ്രോത്ത് ഒക്കെ ഇവിടെ ബാലൻസിങ്ങിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. വിശ്വസിക്കുന്നവർക്ക് മഹത്വം. ഓക്കെ, അടുത്ത വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് എന്ത് മാറ്റമാണ് എൻ്റെ വ്യൂസിൻ്റെ മനസ്സിൽ കൊണ്ടുവരേണ്ടത്, ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിച്ചതിൽ ഇവിടെ പ്രപഞ്ചശക്തി നൽകിയിരിക്കുന്നത് ഏസ് ഓഫ് സോഡാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉള്ള കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഒന്ന് മിനുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ നിങ്ങൾ വെട്ടി നികത്തേണ്ടതാകുന്നു. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ചില സെൽസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആ സെൽസ് മറ്റ് ശരീരഭാഗത്തേക്ക് പകർന്നുകൊണ്ട് നമ്മുടെ ആ ശരീരഭാഗം മുഴുവനും നശിപ്പിക്കുന്നതിനും നമ്മുടെ ജീവന് തന്നെ അപകടമായി മാറുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിൽ വരുത്തേണ്ട മാറ്റം എന്ന് പറയുന്നത് ഒരു സർജറിയാണ്. സർജറി എന്ന് പറയുമ്പോഴത്തേക്ക് ഫിസിക്കൽ സർജറി അല്ല ഇവിടെ പറയുന്നത്, മാനസികമായിട്ട് നിങ്ങൾക്കൊരു സർജറിയുടെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്പിനെ നിങ്ങൾ കട്ട് ചെയ്ത് കളയുക എന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നു. നിങ്ങളുടെ ഭാരത്തിന് കാരണമാകുന്നത് എന്താണ് എന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു മെൻ്റൽ ക്ലാരിറ്റി വേണം. പാസ്റ്റിലായിട്ട് നിങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ചില സിറ്റുവേഷനിൽ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പാസ്റ്റിൽ ഇപ്പോൾ കുറേ വർഷമായിട്ട് നിങ്ങൾ ചില ഭാരങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കർമ്മ അനുഭവിച്ച് പോയിട്ടുണ്ടായിരിക്കും. ചില വ്യക്തികൾ നിങ്ങൾക്ക് കർമ്മ തന്നിട്ട് അവരവരെ പാട് നോക്കി പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ വീണ്ടും നിങ്ങളിപ്പോഴും ആ സിറ്റുവേഷനെ റിപ്പീറ്റായിട്ട് ചിന്തിച്ച് ആ ഭാരം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും റിലീസ് കൊണ്ടുവരിക, അതിനെ വെട്ടി മാറ്റുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, പാസ്റ്റിലെ കാര്യത്തെ റിലീസ് ചെയ്യുക. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിവേഗം വളരെ സ്പീഡിനാണ് ഒരു അനുഗ്രഹം കടന്നു വരാൻ പോകുന്നത് എന്ന് ഇവിടെ പറയുന്നു. മാനസിക എനർജിയെ ഇവിടെ സ്ട്രെങ്ത് കൊണ്ടുവരിക, ശക്തിപ്പെടുത്തുക. നിങ്ങൾ ഒരു പോരാളിയാകുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ നാട്ടുകാരോട് വഴക്കിടണം എന്നുള്ളതല്ല. ഇവിടെ നിങ്ങളുടെ സാഹചര്യങ്ങളോട്, നിങ്ങളുടെ നെഗറ്റീവ് തോട്ടുകളോട് നിങ്ങൾ പോരാടി നിൽക്കേണ്ടതാകുന്നു. ഓക്കെ, തളർന്നു പോകരുത്. സിറ്റുവേഷനിൽ നിങ്ങൾ തളർന്നു പോകാതെ നിങ്ങളുടെ മനസ്സിന് ബലം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ തളർന്ന ഒരു വ്യക്തിയായി മാറരുത്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂല സാഹചര്യത്തിന് കാരണം എന്താണെന്ന് നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യുക. എപ്പോഴും നമ്മളെ ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലേ? ഇപ്പോൾ പുറമേ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്ത്, നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മൾ ഞാൻ ചെയ്തത് ശരിയാണ്, എങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ ന്യായീകരിക്കും. അതിനിപ്പോൾ എന്തൊക്കെയാണെങ്കിലും ശരി തന്നെ അതിനെ ന്യായീകരിക്കും എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ അതല്ലാണ്ട് നമ്മുടെ മനസ്സാക്ഷിക്ക് മുമ്പിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ ഇല്ലയോ എന്നറിയുന്നതിന് നമ്മളൊരു ബുക്ക് എടുക്കുക. ആ ബുക്കിൽ നമ്മളുടെ ജീവിതത്തിൽ വന്ന ആ ഒരു പരാജയങ്ങൾക്ക് കാരണം എന്താണ്, ഞാൻ അത് ചെയ്തത് ശരിയാണോ എന്ന് സ്വയം വിലയിരുത്തിയിട്ട് അതിൽ നിന്നും നമുക്ക് പിന്മാറണമെങ്കിൽ നമുക്ക് പിന്മാറാം. അവിടെ എവിടെയാണ് തെറ്റ് സംഭവിച്ചത് എന്ന് നോക്കിയിട്ട് അതിനെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇവിടെ ഒരു മെൻ്റൽ ക്ലാരിറ്റിയെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില ബ്രേക്ക് ത്രൂ, പൊട്ടിച്ച് കളയേണ്ടതായിട്ടുള്ള ചില ബന്ധങ്ങളുണ്ടെങ്കിൽ അത് പൊട്ടിച്ച് കളയുക. പൊട്ടിച്ച് കളയേണ്ടതായിട്ടുള്ള ചില തോട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ പൊട്ടിച്ച് കളയുക. നിങ്ങൾ ഭാരം ചുമന്നുകൊണ്ട് നടക്കരുത് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, എൻ്റെ വ്യൂസ് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. 4 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. ഓക്കെ, തീർച്ചയായിട്ടും എൻ്റെ വ്യൂസ് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നതാണ്. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണോ അത് സാധിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ 24 മണിക്കൂർ നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, ആ ചിന്ത ഇവിടെ സക്സസ് ആകുന്നു. ഏസ് ഓഫ് കപ്പാണ്. നിങ്ങൾക്ക് ഗിഫ്റ്റ് വരുന്നുണ്ട്. വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ സക്സസ് വരുന്നുണ്ട്. ചില അധികാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സക്സസ് വരുന്നുണ്ട്. ചില ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നു, അത് നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട്. എനിക്ക് വേണം, എനിക്ക് ഒരു സേവിങ്സ് വേണം, എനിക്കൊരു സെക്യൂരിറ്റി വേണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ മാനസിക കൺട്രോൾ നിങ്ങൾക്ക് കൊണ്ടുവരണമെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. എന്താണോ എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത് അത് യെസ് ആണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ജീവിത പാഠം എന്താണ് എൻ്റെ വ്യൂസിൻ്റെ ജീവിത പാഠം ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് പാഠമാണ് എൻ്റെ വ്യൂസ് മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചതിൽ 5 ഓഫ് സോഡാണ്. നമുക്ക് പ്രതികൂല സാഹചര്യങ്ങൾ വരും. നമ്മളെ തോൽപ്പിക്കുവാൻ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കരുത്. 9 ഓഫ് കപ്പ്. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. ആ സാഹചര്യങ്ങളിൽ നമ്മളെ തോൽപ്പിക്കാനും ആൾക്കാരുണ്ടാകും. അത് നമ്മൾ പ്രതീക്ഷിക്കണം. ഓക്കെ, നമുക്കങ്ങനെ ഉണ്ടാകും. പക്ഷേ അതിൽ നമ്മൾ തളർന്നു പോയി നമ്മൾ പരാജയം സമ്മതിച്ച് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും മാറിപ്പോകുന്നതല്ല. അങ്ങനെ ഒരു പരാജയത്തിൽ എന്താണ് നമ്മൾ മുന്നോട്ട് ചെയ്യേണ്ടത്? ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ
ഇപ്പം മഴവെള്ള സംഭരണിയും കാര്യങ്ങളും ഒക്കെ ഈ ഒരു സമയത്ത് ഒന്നും ചെയ്യത്തില്ല. ഈ ഒരു സമയം നമുക്ക് ഈ ഒരു വേനൽ സമയത്ത് ചെയ്തെങ്കിൽ മാത്രമായിരിക്കും മഴ വരുമ്പോൾ നമുക്കതിന് ആ ഒരു മഴവെള്ളത്തെ സംഭരിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഓടകൾ ഈ ഒരു സമയത്ത് വെട്ടിയെങ്കിൽ മാത്രമായിരിക്കും മഴവെള്ളം വരുന്ന സമയത്ത് ആ വെള്ളം സുഖമായി ഒലിച്ചു പോകുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് ചെയ്യത്തില്ല. ചെയ്യാതെ വന്നിട്ട് നമ്മൾ ഈ കറക്റ്റ് ടൈമിലായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് അല്ലേ? മഴ വന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അതിനുള്ള പ്ലാനുകളും കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ പ്ലാൻ എല്ലാം കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും മഴയും തീരും, വെള്ളം മൊത്തവും കയറി പോവുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ട്. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മാനസിക അവസ്ഥയെ സ്ട്രെങ്ത് കൊണ്ടുവരണം. ഒരു വിൽ പവർ നമുക്ക് ഉണ്ടായിരിക്കണം. ആരെങ്കിലും വന്ന് നമ്മളെ ചീറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ചീറ്റിംഗ് ആണെന്ന് മനസ്സിലായി ആ വ്യക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്കൊരു വിൽ പവർ ഉണ്ടായിരിക്കണമെന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നഷ്ടമായേക്കാം. നിങ്ങൾക്ക് വലിയ മിസ്സിങ് എനർജി ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ഒരിക്കലും അതിൽ തകർന്നു പോകുന്ന ഒരു വ്യക്തിയാകരുത്. എനിക്ക് നഷ്ടപ്പെട്ടതിനെ ഞാൻ നേടിയെടുക്കും. ആ ഒരു വിൽ പവർ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ടെന്ന് ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. നമ്മളെ ചുറ്റിപ്പിണഞ്ഞ് നിന്നിട്ട് നമ്മളെ കൊത്തുന്നതായിട്ടുള്ള വ്യക്തികളെ നമ്മൾ തിരിച്ചറിയണം. നമ്മളോട് സ്നേഹം കാണിക്കും അല്ലേ? ഒരു കഥയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ത്രീ പാമ്പിനെ വളർത്തി. ആ പാമ്പിനെ വളർത്തിയപ്പോൾ പാമ്പ് ഭയങ്കര സ്നേഹമായിരുന്നു. പാമ്പ് അത് പ്രായപൂർത്തിയായതിന് ശേഷം അവരെ ആഹാരമൊന്നും കഴിക്കാതെ അവരെ ചുറ്റി വളഞ്ഞ് അവരെ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ അവർ പോയി മൃഗാശുപത്രിയിൽ ചോദിച്ചപ്പോൾ, ഡോക്ടറിനോട് ചോദിച്ച സമയത്ത് പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാമ്പ് ഫുഡൊന്നും കഴിക്കുന്നില്ല എന്നുള്ള പരാതിയിൽ ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, ഇത്രയും ദിവസമായി ഫുഡ് കഴിക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് ഇതാണ്: ആ പാമ്പ് നിങ്ങളെ അളക്കുകയാണ്, നിങ്ങളുടെ ശരീരം എത്രയാണ്, എത്ര സൈസാണ് നിങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കി അത് പട്ടിണി കിടക്കുകയാണ്, വിഴുങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ആ പാമ്പ് നിൽക്കുന്നതെന്ന്. പക്ഷേ ആ സ്ത്രീ അത് വളർത്തിയതല്ലേ, പാലൂട്ടി വളർത്തിയതല്ലേ എന്നൊക്കെ വിചാരിച്ച് അതിനെ സ്നേഹിക്കുന്നു. പക്ഷേ പാമ്പെന്ന് പറയുന്നത് എപ്പോഴായാലും നമ്മളെ തിരിഞ്ഞു കൊത്തുന്ന ഒന്നാണ്. ഓക്കെ, ഒരു സാഹചര്യം വരുന്ന സമയത്ത് തിരിഞ്ഞു കൊത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെ എല്ലാം നിങ്ങൾ തിരിച്ചറിയണമെന്ന് പ്രപഞ്ചശക്തി ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. എല്ലാവരും നല്ലവരല്ല, എന്നാൽ നല്ലവരായിട്ടുള്ള ആൾക്കാരുമുണ്ട്. അതിന് നമ്മളുടെ ചിന്താശക്തി, നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് പറയുന്ന പാഠം. ഓക്കെ, നമുക്ക് നോക്കാം എന്ത് മെസ്സേജാണ് പ്രപഞ്ചശക്തിയിൽ നിന്നും നിങ്ങൾക്കുള്ളത് എന്ന് നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. വ്യൂസ് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. പലപ്പോഴും മരുഭൂമി യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും സുന്ദരമായി ഇപ്പോൾ പറയാൻ പറ്റുന്നത് നമ്മുടെ ആട് സിനിമയിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ് നമുക്കുണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു. പലപ്പോഴും കുടിവെള്ളം പോലും ഇല്ലാത്ത അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമോഷണലായിട്ട് നമ്മളെ ഒന്ന് സഹായിക്കുവാനോ അതിജീവിക്കാൻ പറ്റാതെ കുഴഞ്ഞു വീഴുന്ന സാഹചര്യങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ, മാനസിക ബുദ്ധിമുട്ടുകളാൽ, രോഗങ്ങളാൽ നമ്മൾ കുഴഞ്ഞു വീഴുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് നേടിയതെല്ലാം വിട്ടുപേക്ഷിച്ച് നമുക്ക് പോകേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. ഒരു തുള്ളി വെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ സപ്പോർട്ടായിട്ട് ഒരു ഇമോഷണൽ സപ്പോർട്ട് പോലും ഇല്ലാതെ നിങ്ങളെ ഒറ്റപ്പെടുത്തി നിർത്തിയിരുന്ന ആൾക്കാരുണ്ടായിരിക്കും. നിങ്ങൾ ഒന്നുമല്ലാതെ നിന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് സർവ്വതും നഷ്ടപ്പെട്ട് നിങ്ങൾ വളരെ വേദനിച്ച് നിന്നിരുന്നതായിട്ട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. നിങ്ങൾ പുറത്താക്കപ്പെട്ടിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ കൂടിയൊക്കെ നിങ്ങൾ കടന്നു പോയിരിക്കുമ്പോഴും പ്രപഞ്ചശക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മരുഭൂമിയിൽ ഒരു ചെറിയ മഴ പോലെയെങ്കിലും അല്ലെങ്കിൽ ഒരു തണൽ പോലെയെങ്കിലും നിങ്ങൾക്ക് പ്രപഞ്ചം പല കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ശരി തന്നെ, കള്ളിമുള്ള് പോലുള്ള ഒരു ചെറിയ ആ മരുഭൂമിയിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണാം അവിടെ ഇവിടെ ചെറിയൊരു പച്ചപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പച്ചപ്പെന്ന് പറയുന്നത് ഇത്രയും ചെറിയ ഒരു ചെടി അല്ലെങ്കിൽ ഇത്രയും ചെറിയ ഒരു വിത്തിന് ആ ഒരു ചൂടും അതുപോലെ തന്നെ ആ ഒറ്റപ്പെടലും കാര്യങ്ങളും എല്ലാം അതിജീവിച്ച് പുറത്തു വരാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനായ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പ്രതികൂല സാഹചര്യത്തിൽ നിന്നും പുറത്തു വരാൻ സാധിക്കുമെന്നാണ് പ്രപഞ്ചശക്തി പറയുന്നത്. നിങ്ങൾക്കുള്ളതായിട്ടുള്ള ആ ഒരു ആവശ്യം, നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള വെള്ളവും അതുപോലെ തന്നെ വളവും, നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള വെള്ളവും വളവും എല്ലാം പ്രപഞ്ചം നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഒരുക്കും. എക്സാമ്പിൾ ഇതുപോലെയുള്ള റീഡിങ്ങിലൂടെ അല്ലെങ്കിൽ ചില വ്യക്തികളിലൂടെ നിങ്ങളെ ചിലപ്പം
ഒരു വ്യക്തിയുടെ സാന്നിധ്യം, അവരുടെ ഓറ പവർ, അങ്ങനെ പല രീതിയിലും നിങ്ങളെ യൂണിവേഴ്സ് വളർത്തിയെടുക്കും. നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത്. ഇപ്പോൾ നിങ്ങൾ മരുഭൂമിയിലാണെങ്കിലും ആ മരുഭൂമിയിൽ വളർന്നു വരുന്നതായിട്ടുള്ള ഒരു ചെറിയ വിത്തിനെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. ആ ഒരു ചെറിയ ചെടിക്ക് ആ മരുഭൂമിയിലെ കൊടും ചൂടിൽ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. പ്രപഞ്ചത്തിൽ നിന്നും അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശവും ഒരു തണലും സപ്പോർട്ടും എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ് പ്രപഞ്ചശക്തി പറയുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇതാണ് നിങ്ങളുടെ റീഡിങ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറന്നു പോകരുത്. എല്ലാവർക്കും നല്ലൊരു അനുഗ്രഹം നിറഞ്ഞ ദിവസമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.